കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ ചേച്ചിയുടെ സ്ഥാനം അവള് വരുന്നതുവരെ അവിടെ തന്നെ ഉണ്ടാകും. ആ സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കില്ല. എങ്ങനെ കൊടുക്കാതിരിക്കും? മച്ചാന്റെ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ മച്ചാൻ വിചാരിച്ച പോലെ സ്ഥാനം അവിടെ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ തന്നെ ആ വൈദേഹിയുടെ ശല്യം സഹിക്കാൻ പറ്റാതായിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഈ ചെറുക്കന്റെ ശല്യം. ഇനി കല്യാണം കഴിക്കില്ലെന്ന് അപേക്ഷിക്കാനോ മറ്റോ വന്നതാണോ? അച്ഛന്റെ വിഷമം മൊത്തം ഈ കല്യാണത്തെ കുറിച്ചാ. ഈ കല്യാണം ഒന്ന് മുടങ്ങിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നേനെ. ഈ കല്യാണം കഴിക്കണ്ട മച്ചാനെ. എടാ, ഇത് പറയാനാണോ നീ വന്നേ? ഇവന്റെ കാല് തല്ലി ഓടിക്കണമല്ലോ. എന്താ മച്ചാനെ ഒന്നും പറയാത്ത? ഈ കല്യാണം കഴിക്കേണ്ട മച്ചാ. അച്ഛന് വേണ്ടി, എനിക്ക് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി, ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ കല്യാണം വേണ്ടെന്ന് വെക്കുവോ? പ്ലീസ് മച്ചാനെ. മച്ചാൻ ഈ കല്യാണം കഴിക്കരുത്, പ്ലീസ് പ്ലീസ് മച്ചാനെ. പ്ലീസ് മച്ചാനെ, പ്ലീസ് ഈ കല്യാണത്തിന് സമ്മതിക്കല്ലേ, പ്ലീസ്. നിന്റെ ചേച്ചി വരും നിനക്ക് വിശ്വാസമുണ്ടല്ലോ. എന്നാ എന്നെ അവൾ എപ്പോഴേ വന്ന് കണ്ടു കഴിഞ്ഞു. എന്നിട്ട് എവിടെ മച്ചാനെ, എവിടെ? അവളെന്റെ അടുത്ത് ഒളിച്ചു കളിക്കുക. വന്നെന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഒത്തിരി നാൾ അവൾക്ക് ഈ കളി കളിക്കാൻ പറ്റില്ല. കല്യാണ പന്തലിൽ കയറുന്നവരെ മാത്രം. ആ സമയമാവുമ്പോ അവൾ എന്റെ മുമ്പിൽ വന്നേ പറ്റൂ. അപ്പൊ ഞാനായിട്ട് മുടക്കം പറയേണ്ട കാര്യം ഉണ്ടാവില്ല. തന്നെത്താനെ അതങ്ങ് മുടങ്ങിക്കോളൂ. മച്ചാനെ, നേരാണോ? അതേടാ, അച്ഛനോട് നീ ചെന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യം പറയണം. ധൈര്യമായിട്ട് ഇരിക്കാനും പറയണം. ചെല്ലേ. ആയിക്കോട്ടെ മച്ചാനെ. നിക്കവിടെ. നിനക്ക് അത്രയ്ക്ക് ധൈര്യായോ? ഈ വീട്ടിൽ വന്ന് ദേവേട്ടനോട് കല്യാണം കഴിക്കരുതെന്ന് പറയില്ലേ നീ? നിന്നെ ഞാൻ അത്രയ്ക്കായോടാ നീ? വീട് പോടിയോടുന്ന്. നീ നല്ലവളൊന്നും അല്ല. നീ കാരണം എന്റെ ചേച്ചി ഇവിടുന്ന് പോയേ. എന്റെ ചേച്ചിയെ പറ്റിച്ചിട്ടല്ലേ നീ മച്ചാനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അത് ശരി. വീട് വീട് കല്യാണം നടക്കരുത്. അത്രയ്ക്ക് ധൈര്യം നിനക്ക്? ഈ വീട്ടിലിപ്പോ നിന്റെ ചേച്ചി പോലുമില്ല. പിന്നെ ഏത് വകുപ്പിലാടാ നീയും നിന്റെ കുടുംബം ഇവിടെ കയറി നിരങ്ങുന്നേ? ഹാ,
ഇനി ഇങ്ങനെ തോന്നിയ ദിവസം കാണിച്ചാ അടിച്ചു പല്ല് ഒഴിക്കും ഞാൻ. നിന്നെ ഞാൻ ഇവള് കുറച്ചു മുമ്പല്ലേ പുറത്തേക്ക് പോയത്. ഇതിപ്പോ എങ്ങനെ ഇവിടെ എത്തിയേ? ഇവള് വൈദേഹിയാണോ അതോ ജാനകിയാണോ? ചേച്ചി, എന്തു പറ്റി മോനെ? ചേച്ചി പിന്നെ പറയും മോനെ. പരിചയമുള്ള പോലെ. അപ്പൊ ഉറപ്പായി ഇത് വൈദേഹി തന്നെയാ. അമ്മേ. ചേച്ചി അതെ, ഞാൻ പറയാം. അത് മാധവൻ ദേവേട്ടനെ കണ്ടൊന്ന് സംസാരിക്കാൻ വന്നതാ. വൈദേഹി ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ എന്താ? നിന്റെ ചേച്ചിയുടെ വീടല്ലേ ഇത്? എപ്പോ വേണേലും നിനക്ക് ഇവിടെ കയറി വരാലോ. മടിക്കണ്ടെന്ന് പറയായിരുന്നു. അകത്തേക്ക് വാ, വല്ലതും കഴിച്ചിട്ട് പോവാന്ന് പറയായിരുന്നു. അപ്പോഴേക്കും ജാനകി എത്തി. നിങ്ങൾ സംസാരിക്കേ. ചേച്ചി അതെ. എന്റെ അമ്മോ, ഞാൻ തല്ലാൻ പിടിച്ചത് കണ്ടില്ല. അതെങ്ങാനും കണ്ടായിരുന്നെങ്കിൽ എന്റെ അടപ്പൂരിയനെ. രക്ഷപ്പെട്ട ഈശ്വര. അമ്പലത്തില് വെച്ച് വൈദേഹി തിരിച്ചു വരുന്ന അച്ഛനോട് പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. 2 ദിവസത്തിൽ കല്യാണാ. ഇനിയും ചേച്ചിയെ കാണാത്തതിന്റെ പേടി അച്ഛന്. എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. അങ്ങനെയൊന്നും പേടിക്കല്ലേ മാധവ. ഞാനല്ലേ പറയുന്നേ, ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഉറപ്പ്. നോക്കിക്കോ. ചേച്ചിയും നിനക്ക് വിശ്വാസമല്ലേ? ഞാനാ പറഞ്ഞത്. ധൈര്യമായിട്ടിരിക്കണം അച്ഛനോട് ചെന്ന് പറ. ഇത് നടക്കില്ല മോനെ. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. ചെല്ല്. ആ മച്ചാനെ, അച്ഛനൊട്ടും വയ്യ മച്ചാനെ. അച്ഛന്റെ വിഷമം മൊത്തം ഈ കല്യാണത്തെ കുറിച്ചാ. ഈ കല്യാണം ഒന്ന് മുടങ്ങിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നേനെ. ഈ കല്യാണം കഴിക്കണ്ട മച്ചാനെ. ഒത്തിരി നാൾ അവൾക്ക് ഈ കളി കളിക്കാൻ പറ്റില്ല. കല്യാണ പന്തലിൽ കയറുന്നവരെ മാത്രം. ആ സമയമാവുമ്പോ അവൾ എൻ്റെ മുമ്പിൽ വന്നേ പറ്റൂ. അപ്പൊ ഞാനായിട്ട് മുടക്കം പറയേണ്ട കാര്യം ഉണ്ടാവില്ല. തന്നെത്താനെ അതങ്ങ് മുടങ്ങിക്കോളും. കല്യാണം നിർത്താൻ വൈദേഹി തന്നെ വരണോ? എന്തേ ദേവേട്ടനെ നിർത്തിക്കൂടെ? എന്നെ വരുത്താൻ വേണ്ടിയാ ഈ കല്യാണത്തിന് സമ്മതിച്ചെന്നല്ലേ ദേവേട്ടൻ പറഞ്ഞത്? പക്ഷെ ഞാൻ വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത അവസ്ഥയല്ലേ. ഇതെങ്ങനെയാ ഒന്ന് ദേവേട്ടനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക? 2 ദിവസം കഴിഞ്ഞ കല്യാണം. അച്ഛനാണെങ്കിൽ ഒട്ടും വയ്യാണ്ടായിരിക്കുന്നു. ദേവേട്ടനായിട്ട് ഈ കല്യാണം വേണ്ടാന്ന് വെക്കണമെങ്കിൽ എന്താ ചെയ്യാ? അമ്മോ, ഇത് ജാനകിയാണോ വൈദേഹിയാണോ? ഊർമിളേച്ചിയായിരുന്നോ? എന്താ ചെയ്ത്? ഇങ്ങനെ പുറകേന്ന് വന്നിട്ട് പേടിച്ചു പോയി. ഞാനത് വൈദേഹിയാണെന്നാ കരുതിയതറിയോ? അവളല്ലേ ആ നിൽക്കുന്നത്. അത് പറയാൻ പറ്റുമോ? എവിടുന്നാ ഏത് രൂപത്തിലാ കയറി വരാന്ന്? ഇത് വൈദേഹിയാണോ ജാനകിയാണോ? അവളുടെ ആ ഗൗരവം കണ്ടിട്ട് അത് വൈദേഹി തന്നെയാന്നാ തോന്നുന്നത്. ചേച്ചി ഒന്ന് ചോദിച്ചു നോക്കിക്കേ.
പിന്നെ കല്യാണം കഴിക്കേണ്ടത് നിനക്കല്ലേ, പിന്നെ ഞാനെന്തിനു റിസ്ക് എടുക്കണം? വേണമെങ്കിൽ നീ പോയി ചോദിക്ക്. ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാ മതി. വൈദേഹിയോട് ഇപ്പൊ ഒന്നും പറയണ്ട. ഒരു മിനിറ്റ് നിന്നെ. എന്താ? ദേവേട്ടൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എന്തിനെ കുറിച്ച്? അതെന്താ ദേവേട്ടൻ അങ്ങനെ ചോദിച്ചേ? 2 ദിവസത്തിലെ കല്യാണം, അതിനെ കുറിച്ച് എന്താ തീരുമാനിച്ചേ? അയ്യോ അമ്മേ, വേണ്ട. വൈദേഹി. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തായാലും വൈദേഹി വരുമെന്നുള്ള ദേവേട്ടന്റെ അന്ധമായ വിശ്വാസമൊക്കെ കൊള്ളാം. ഒരു പക്ഷെ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മാളവികയെ കല്യാണം കഴിക്കും. ചിലപ്പോ വൈദേഹിക്ക് എന്തെങ്കിലും വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലോ? അതുകൊണ്ടായിരിക്കും ഇതുവരെ വരാതിരിക്കുന്നതും. മുൻപിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാ. പക്ഷെ എന്നെങ്കിലും വരും, ഉറപ്പായും വരും. വൈദേഹി ഇഷ്ടമാണെന്നല്ലേ ദേവേട്ടൻ പറഞ്ഞേ? അവള് മാത്രമായിരിക്കും ഭാര്യ എന്നും പറയുന്നുണ്ട്. എന്നാ പിന്നെ വൈദേഹി വന്നിട്ട് വേണം ഈ കല്യാണം മുടക്കാനെന്ന് പ്രതീക്ഷിക്കുന്ന എന്തിനാ? എന്ത് ധൈര്യത്തിലാ ദേവേട്ടൻ ഈ കല്യാണത്തിന് ഒരുങ്ങുന്നേ? ഇതെന്താ, ഇവള് തന്നെയല്ലേ വൈദേഹി? പിന്നെ വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്നൊക്കെ പറയുന്നു. അത് തന്നെയല്ലേ ഇത്? വൈദേഹിയായിട്ട് ആത്മാവിന് വരാൻ പറ്റുമോ? അതുകൊണ്ടാ കല്യാണം മുടക്കണമെന്ന് പറഞ്ഞ ദേവേട്ടനെ ഇളക്കി വിടുന്നത്. ദേവേട്ടൻ എന്താ മിണ്ടാത്തെ? ദേവേട്ടനൊന്നും പറയണമെന്നില്ല. ഈ മൗനത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത് വൈദേഹിയാണെന്നല്ലേ ചിന്തിക്കുന്നത്? പക്ഷെ ഏതവസ്ഥയിലാ പറഞ്ഞെന്നും ദേവേട്ടൻ അറിയാലോ. കൗസല്യേ, കൗസല്യേ, നീ എന്താ കാണിക്കുന്നേ? കൗസല്യേ, ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എന്റെ ഭഗവാനെ, ആ വൈദേഹി വരുന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ പ്രേതായിട്ട് വരുന്ന ആര് കണ്ടു? എങ്ങനെങ്കിലും കല്യാണം മുടക്കാൻ അവളുടെ പരിപാടി. ഗുരുക്കളെ കൊണ്ട് ഏലസ് വല്ലതും മന്ത്രിച്ച് വാങ്ങാന്ന് വിചാരിച്ച ഈ കല്യാണത്തിന്റെ കാര്യം പോലും ഗുരുക്കൾക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഇപ്പൊ ഇതിനൊരു പരിഹാരം? ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും ദേവേട്ടന് ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ചെയ്യുന്നത് ശരിയല്ലെന്നും ദേവേട്ടന് നന്നായിട്ട് അറിയാലേ. അറിഞ്ഞോണ്ട് എന്തിനാ ദേവേട്ട ഇതിന് നിൽക്കുന്നേ? ആരെ പേടിച്ചിട്ടാ? അല്ലെങ്കിൽ എന്തിനു പേടിക്കണം? വരും. എന്താ? അവള് കല്യാണം മുടക്കാൻ നോക്ക. എന്തെങ്കിലും ചെയ്ത് ഇത് ഇവിടെ വെച്ച് ഞാനോ? ഞാനെന്ത് ചെയ്യാനോ? നിന്നെ പോലെ ഞാനും തല്ലു കൊണ്ടോട്ടെന്നാ? ഹേയ്, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ. ഈ കല്യാണം നടന്നാ മാത്രമേ നിനക്ക് രാജാവാകാനുള്ള യോഗം ഉണ്ടാവും. ദൈവത്തെയും പ്രേതത്തെയൊക്കെ പേടിച്ചാ ഒന്നും കിട്ടൂല. ഇതൊക്കെ ഞാൻ എന്തിനു വേണ്ടി ചോദിക്കണമെന്നായിരിക്കും ദേവേട്ടൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ തന്നെ ചോദിക്കണം. എന്തിനു വേണ്ടി ചോദിക്കുന്നു എന്നുള്ളത്
ദേവേട്ടന് പിന്നീട് ഒരിക്കൽ മനസ്സിലായിക്കോളും. ഈ ജാനകി ആരാമ്മേ? നമ്മുടെ വീട്ടിൽ വന്നൊരു ഗസ്റ്റ്. അവൾക്ക് പോലും എല്ലാം മനസ്സിലാവുന്നുണ്ട്. തെറ്റും ശരിയും ഏതാണെന്ന് അവള് കാണിച്ചു തരിക. അമ്മ കണ്ടല്ലോ, അവൾ ഇത്രയൊക്കെ ചോദിച്ചിട്ടും എനിക്കൊരു അക്ഷരം പോലും പറയാൻ പറ്റുന്നില്ല. എന്ത് കാരണോ ഞാൻ പറയാ? ചെയ്യുന്നതൊക്കെ ശരിയാണെന്നല്ലേ വിചാരിക്കുന്നേ? അവള് ചോദിച്ച ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അമ്മയ്ക്ക് മറുപടി പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇവർക്കിതെന്തു പറ്റി? ദേവേട്ടനോട് ഞാൻ കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ടും ആർക്കും ഒരു കുലുക്കവും ഇല്ലല്ലോ. ഓ, ഇപ്പൊ പിടികിട്ടി. ഞാൻ പ്രേതമാണല്ലോ അല്ലേ? ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഞാനൊരു പ്രേതമായതാ. അതെന്തായാലും ഇപ്പൊ പ്രയോജനപ്പെടും.